തൃശൂർ പാവറട്ടി പള്ളി തിരുനാൾ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ച് പള്ളി കമ്മിറ്റി. മുടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഹൈക്കോടതിയുടെ അനുമതിയും ഉണ്ടായിരുന്നു ഈ ഒരു വെടിക്കെട്ട് നടത്താൻ. എന്നാൽ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പള്ളി കമ്മിറ്റി ഏതായാലും ഈ ഒരു സംഭവത്തിൽ പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ ഒരു പ്രതികരണമുണ്ട്. അതിനുശേഷം അനീഷ് ആന്റണിയിലേക്ക് തിരികെ എത്താം. ഒരുപറ്റം മനുഷ്യരെ വെടിക്കെട്ട് അപകടത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ വെടിക്കെട്ട് നടത്തി ആർത്തുല്ലസിച്ച് സന്തോഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ വേദനയോടൊപ്പം ഞങ്ങളും ചേർന്നുകൊണ്ട് ഈ 150-ാം വർഷത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് ഈ വെടിക്കെട്ട് നടത്താമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു. എങ്കിലും അതെല്ലാം ഞങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഇപ്പോൾ അവരുടെ പ്രതികളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഒരു വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു വെടിക്കെട്ട് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? പങ്കുചേരുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും മാതൃകാപരമായ ഒരു തീരുമാനം തന്നെയാണ് പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തൃശൂർ പാവറട്ടി പള്ളി തിരുനാളിൻ്റെ വെടിക്കെട്ടാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. മുടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പള്ളി കമ്മിറ്റിയുടെ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പള്ളി കമ്മിറ്റിക്ക് വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം ഈ ഒരു വെടിക്കെട്ട് വേണ്ട എന്ന് വയ്ക്കാനാണ്. പാവറട്ടി പള്ളി തിരുനാളിൻ്റെ വെടിക്കെട്ടാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. മുടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പള്ളി കമ്മിറ്റിയുടെ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വെടിക്കെട്ടിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഒരു ആദര സൂചകമായാണ് ഈ ഒരു തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുകയുണ്ടായിരുന്നത്. ഏതായാലും മാതൃകാപരമായ ഒരു തീരുമാനം തന്നെയാണ് പള്ളി കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. പാവറട്ടി പള്ളി തിരുനാളിൻ്റെ വെടിക്കെട്ടാണ് പള്ളി കമ്മിറ്റി വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റിയുടെ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളി കമ്മിറ്റി ഈ ഒരു വെടിക്കെട്ട് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, മാതൃകാപരമായ ഒരു തീരുമാനം തന്നെയാണ് പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഒരു വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ദീപ്തി, അതുതന്നെയാണ് പാവറട്ടി പള്ളി വികാരി പറഞ്ഞത്. അതായത് 150-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വെടിക്കെട്ട് നടത്തി തിരുനാൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനായിട്ടുള്ള ഹൈക്കോടതിയുടെ അനുമതിയും ലഭിച്ചിരുന്നു. അതിനിടെയാണ് ഈ മുണ്ടത്തിക്കോട്ട് വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂർ പൂരം വെടിക്കെട്ടും ഒക്കെ വേണ്ടെന്ന് വെച്ചിരുന്നു. മാത്രമല്ല കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പാവറട്ടി പള്ളിയും തങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് പള്ളി വികാരി പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് 10-15 പേർ ഈ മരണപ്പെട്ടു, ചികിത്സയിൽ ഇപ്പോഴും ആളുകളുണ്ട്, അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിൽ ഉൾപ്പെടെ ആളുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് അങ്ങനെ ഒരു വെടിക്കെട്ട് നടത്താൻ കഴിയുകയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനുഷിക പരിഗണന ഒന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ വെടിക്കെട്ട് പൂർണ്ണമായും വേണ്ടെന്ന് വെക്കുകയാണ് എന്നാണ് അദ്ദേഹം പള്ളി വികാരി വാർത്താ സമ്മേളനം
വിളിച്ച് കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത്. മാത്രമല്ല മറ്റ് ആഘോഷങ്ങൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വെടിക്കെട്ട് ഒഴികെയുള്ള തിരുനാൾ ആഘോഷങ്ങൾ നടക്കും, ആചാര കതിര വെടികൾ മാത്രമാണ് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പാവറട്ടി പള്ളി വെടിക്കെട്ട് പ്രശസ്തമായ ഒരു വെടിക്കെട്ടാണ്. തൃശ്ശൂർ പൂരം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഏറെക്കുറെ പാവറട്ടി പള്ളി തിരുനാളും വരാറുള്ളത്. പാവറട്ടി പള്ളി വെടിക്കെട്ടും നിരവധി വെടിക്കെട്ട് പ്രേമികൾ ഉൾപ്പെടെ കാണുവാൻ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നൊക്കെ ആളുകൾ എത്തുന്ന ഒരു വെടിക്കെട്ട് കൂടിയാണ് ഈ പാവറട്ടിപ്പള്ളി വെടിക്കെട്ട്. ആ ഒരു വെടിക്കെട്ടാണ് ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യം പള്ളി വികാരി അറിയിച്ചത്. ദീപ്തി. ശരി, എന്തായാലും പാവറട്ടി പള്ളി തിരുനാളിന്റെ വെടിക്കെട്ടാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. മുടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പള്ളി കമ്മിറ്റിയുടെ ഈ ഒരു തീരുമാനം. വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതിയും ഉണ്ടായിരുന്നു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.